എല്ലാവർക്കും നമസ്കാരം. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള രജിമ മേഡം പറയുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ മുമ്പേ കഷ്ടപ്പെട്ട് ജീവിച്ചാണ്, അതിനിടയിൽ നമുക്കൊരു സന്തോഷം ദൈവം തന്നു. ആ സന്തോഷം കണ്ടപ്പോൾ ദൈവം വീണ്ടും ഒന്ന് നമ്മൾ കളിപ്പിക്കുന്നതാണ്. ആ സന്തോഷം വീണ്ടും നമ്മളെ കൈകളിലെത്തും. എന്തു വന്നാലും എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കോള് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇത് ഹൈറിച്ചിൻ്റെ നെഗറ്റീവ് പറയുന്ന ഏതൊരു വ്യക്തിയാണെന്ന്. എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്, എന്തായി ഹൈറിച്ചെന്ന്. ഞാൻ പറഞ്ഞ് എന്താ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ചോദിച്ചു. അല്ല അപ്പം എനിക്ക് തോന്നി ആ വ്യക്തി എന്തായാലും നെഗറ്റീവാണ്. ഞാൻ പറയുന്നത് എന്തോ കിട്ടിക്കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ ഇട്ടിട്ട് അയാൾക്ക് അതിനെക്കുറിച്ച് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ സംസാരം കേട്ട് മനസ്സിലാക്കിയോണ്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, ഞാൻ പറഞ്ഞു ഹൈറിച്ചിന് പ്രശ്നമൊന്നുമില്ല, ഇപ്പം നല്ല രീതിയിൽ തന്നെ ഉണ്ടല്ലോ. അല്ല, അദ്ദേഹം MD-നെ കുറിച്ച് പറഞ്ഞു, MD അറസ്റ്റിലാണല്ലോ. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അല്ല ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾക്ക് അറിയെങ്കിൽ ഇതും എനക്കും അറിയാം. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം എനക്കറിയുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഹൈറിച്ച് തിരിച്ച് വരൂല എന്നുള്ള വാക്ക് എൻ്റെ വായിന്ന് അദ്ദേഹത്തിന് കിട്ടണം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഈ ഒരു സംസാരം കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട. ഹൈറിച്ചിൽ വരുമാനമായി നമ്മളൊക്കെ ഇന്ന് ഹൈറിച്ചിനെ ഏത് സമയം പ്രതീക്ഷയോടെ കാത്തിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഇതും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് MD അറസ്റ്റ് ആയിക്കോട്ടെ, അറസ്റ്റായി നമുക്കൊരു ടെൻഷനും ഇല്ല. ഞാൻ സത്യം പറയാം, MD അറസ്റ്റ് ആയിക്കോട്ടെ, നമുക്കെന്താ ടെൻഷൻ? MD അറസ്റ്റായി, ഇനി ശ്രീനാമയുടെ അറസ്റ്റായി, ആരും അറസ്റ്റ് ആയിക്കോട്ടെ, അതൊക്കെ കേസിൻ്റെ ഭാഗമായിട്ട് അതിന് ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യുന്നില്ല രീതിയിൽ വിശ്വസിക്കുന്നു ഞാനിപ്പോൾ. കാരണം നമ്മുടെ MD ഒരുപാട് ജനങ്ങൾക്ക് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ഒരുപാട് ജനങ്ങളെ ജീവിതം അത് മാറ്റി മറിച്ച ഒരു കമ്പനിയാണ് ഹൈറിച്ച്. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് പറയാനാവലും. ആ ഒരു ചെറുവത്തൂർ എന്ന് പറയുന്ന ഈ ഒരു പഞ്ചായത്തിൽ രജിമ വടക്കേളപ്പ് ഹൈറിച്ച് നാഷണൽ പ്രൊമോട്ടർ എന്ന് അറിയപ്പെട്ടത് ഈ ഹൈറിച്ച് വന്നിപ്പിന്. ഇന്നും ഹൈറിച്ചിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഏതൊരു അമ്പലത്തിൽ സ്പോൺസർ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അരി സ്പോൺസർ വേണമെന്ന്, ഞാൻ തരാമെന്ന് പറഞ്ഞു. കൊടുത്തു. എന്തെന്ന് പേരെഴുതേണ്ടി വെച്ചവർ. ഞാൻ രജിമ വടക്കേളപ്പ് ഹൈറിച്ച് നാഷണൽ പ്രൊമോട്ടർ. അപ്പോൾ അവരെന്നോട് ചോദിക്കാന്ന് ഹൈറിച്ച് ഇല്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും നമ്മളെ കുടുംബത്തിൽ ആര് മരിച്ചാലും അവരുണ്ടാവുമല്ലോ നമുക്ക്. അതേപോലെ തന്നെ എപ്പം ഞാൻ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈറിച്ച് നാഷണൽ പ്രൊമോട്ടർ രജിമാണ്. അത് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ചിന്തിക്കേണ്ട, നമുക്കുണ്ട്, നിങ്ങൾ അത് ചിന്തിക്കണം. ഞാൻ അങ്ങനെ തന്നെ ഇപ്പോൾ ഞാൻ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈറിച്ച് നാഷണൽ പ്രൊമോട്ടർ രജിമ വടക്കേളപ്പ് അങ്ങനെ കൊടുക്കും. അതിന് എൻ്റെ ഞാൻ മരിച്ചാലും അറിയപ്പെടുന്നത് ഹൈറിച്ച് നാഷണൽ പ്രൊമോട്ടർ രജിമ വടക്കേളപ്പ്. കമ്പനി ഉണ്ടോയെന്നൊന്നും ആരും കാരണം നമ്മളെ മനസ്സിൽ നമ്മുടെ കമ്പനി എപ്പോൾ ഉണ്ട്. പിന്നെ ജോയിൻ ചെയ്തവർക്ക് ഇനി എല്ലാവരോടും ഞാൻ പറയുന്നത്, ആരും മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് ഇതിനെ വിലയിരുത്തണ്ട. ഹൈറിച്ചിൽ കൂടിയ നമുക്കറിയാം ഹൈറിച്ചിൻ്റെ വില. ഹൈറിച്ചിൽ ജോയിൻ ചെയ്ത് വരുമാനം മേടിച്ചാൽ നമുക്കറിയാം കമ്പനി എന്തെന്നു, MD എന്തെന്നു, മേഡം എന്തെന്നു, അതിലത്തെ കമ്പനി എങ്ങനെയാണെന്നുള്ളത് ഒക്കെ ഹൈറിച്ചിൽ ഇല്ലവർക്കറിയാം. പിന്നെ എന്തിനാണ് നമ്മൾ വേറൊരാളെ വാക്ക് കേൾക്കാൻ പോകുന്നത്? ഞാൻ ഇതിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പല ആളും പ്രശ്നമാക്കുന്നത്, നമ്മളെ വിളിക്കുന്നു. അവരോടെല്ലാം ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം, എന്നെ ഒരാളും വിളിക്കില്ല. ഇപ്പം എൻ്റെ കൂടെ ഒരു വ്യക്തി വിളിക്കില്ല. എന്തുകൊണ്ടെന്നറിയാം, ഞാൻ അവരോട് പറഞ്ഞു ഈ ഒരു ഇഷ്യൂ വരുന്നത് നമ്മൾ അറിഞ്ഞിട്ടല്ല, എന്നെ കൂട്ടിയ ലീഡർ അറിഞ്ഞിട്ടല്ല, അവരെ കൂട്ടിയ ലീഡർ അറിഞ്ഞിട്ടല്ല. നമ്മുടെ കൈകളിൽ ഒരു കമ്പനി കിട്ടി ആ ബിസിനസ് നമ്മൾ ചെയ്യുന്നു, അത്രേ ഇല്ലൂ. അപ്പം നിങ്ങളും ജോയിൻ ചെയ്തത് ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നു അറിഞ്ഞിട്ടാണ്. എൻ്റെ അവസ്ഥ, എൻ്റെ ജീവിതം മാറിയത് കണ്ടിട്ടാണ് നിങ്ങൾ കൂടിയത്. അപ്പം ഇപ്പം വന്ന ഈ ഇഷ്യൂ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടായാലും ഈ കമ്പനിക്ക് പോലും അറിയില്ല ഈ ഇഷ്യൂ നടക്കുന്നത്. അപ്പം അതിനെതിരെ കമ്പനി നല്ല രീതിയിൽ കേസും കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്ന് കമ്പനി വരും അന്ന് എല്ലാവരും പൈസയും കിട്ടും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും വെയിറ്റ് ചെയ്യണം. ഇത് സ്വയം മനസ്സിലാക്കുക. അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ആരെ വാക്കും കേട്ടിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ട. എന്തുകൊണ്ടെന്നാണ് നിങ്ങൾ അക്കൗണ്ട് നോക്കിയാലറിയാം ഹൈറിച്ചിൽ വരുമാനം വന്നതിനൊന്നും. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് വരുമാനം ഗവൺമെൻറ്റിലേക്ക് തന്നെ നമ്മളെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഈ ജനങ്ങൾ അത്രയും നല്ല രീതിയിൽ ജീവിച്ചത് ഇന്ന് ഹൈറിച്ച് എന്ന് പറയുമ്പം ഏതൊരാൾക്കും നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഹൈറിച്ച് ഇല്ല എന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് മാറിയത് ഹൈറിച്ചിലൂടെയാണ്, എൻ്റെ ജീവിതം മാറിയത് ഹൈറിച്ചിലൂടെയാണ്. എൻ്റെ നാട്ടിൽ ഇന്ന് പലരും എന്നെ പല ആളും നമ്മളെ പുച്ഛത്തോടെ പറഞ്ഞ ജീവിതത്തിൽ പുച്ഛമുണ്ടാവും. പക്ഷെ വിജയിക്കണം എന്ന് നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ ആ പുച്ഛം നമുക്ക് മാറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ എനിക്ക് മാറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റി. ഒരിക്കലും നമ്മൾ അഹങ്കാരത്തോടെ പറയില്ല, പക്ഷെ നമ്മുടെ ലൈഫിൽ ഹൈറിച്ചിലൂടെ മാറിയെന്നില്ല നമ്മൾ അഭിമാനത്തോടു കൂടി പറയണം. ഇന്ന് എൻ്റെ നാട്ടിൽ രജിമക്ക് ഞാൻ സ്വന്തം എൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തത് ഹൈറിച്ചിലൂടെയാണ്.
ഇന്ന് ഏതൊരാൾക്കും പൈസ എന്ന് പറഞ്ഞാൽ തന്നെ വില, പണം ഇല്ലെങ്കിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞില്ല, പണം തന്നെയാണ് വില എന്ന് പറയും പോലെ പൈസ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളെ മാറ്റങ്ങൾ വന്നു, ജനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് മാറ്റം വന്നു, നമ്മൾ പറഞ്ഞവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ ചിന്തിക്കുന്നു, ദൈവമേ, പണത്തിന് ഇത്രയും ഒരു മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു സ്നേഹം വരെ വരണമെങ്കിൽ പണം ഒരു വലിയ സംഭവം തന്നെയെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഹൈറിച്ചിലൂടെ വന്നതാണ്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഹൈറിച്ചിനെ ഒരിക്കലും എനക്കും പറയാനാവില്ല, എന്നോട് ആരും പറയാനും വരാൻ പാടില്ല. എന്നോട് ഹൈറിച്ചിനെ കുറിച്ച് മോശം പറയാൻ ഒരാളും വരാൻ പാടില്ല. ഞാൻ ആരുടെ അടുത്തും ഇരിക്കലില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് ഹൈറിച്ചിനെ കുറിച്ചിട്ട് പൊതു ഇടങ്ങളിൽ തന്നെ അഭിപ്രായം വന്ന് ഞാൻ വയലന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് ദേഷ്യം വരലാണ്. ഈ ഒരു വിഷയം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പുറത്തില്ല ഒരാളും ഇത് കൂടാത്തൊരു വ്യക്തിക്ക് നമ്മളോട് ചോദ്യം ചെയ്യാനും പറയാൻ അർഹതയില്ല. നമ്മുടെ ലൈഫും പറയാം. ഒരുപാടൊക്കെ ഹൈറിച്ചിനെ ഇല്ലാന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ. സത്യം പറഞ്ഞാൽ ഹൈറിച്ചില്ല, കേരളത്തിൽ ഇനി ഹൈറിച്ചില്ല, ഹൈറിച്ചിന് ഇനി വർക്ക് ചെയ്യാൻ ആർക്കും ആവില്ലാന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുണ്ട്. ഞാനൊരു കാര്യം പറയാം, എത്രയോ ജനങ്ങളെ ലൈഫ് മാറ്റിയ ഹൈറിച്ച്, എത്രയോ കുടുംബങ്ങളെ പട്ടിണി മാറ്റിയ ഹൈറിച്ച്, എത്രയോ പാവങ്ങളെ സഹായിക്കുന്നുണ്ട് ഈ ഹൈറിച്ചിലില്ലവര്, ഞാനടക്കം. അപ്പൊ അങ്ങനെയില്ലേ ഇതിന് ഇന്ന് ഏതോ ഒരാളെ കണ്ണ് കൊണ്ടതാണ് നമ്മുടെ ഹൈറിച്ചിന്. അത് ഈ സർവശക്തന് ഈ ഭൂമിയിൽ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയാണ്. ഈ ശക്തി ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഈ അനുഭവിക്കുന്ന നമ്മുടെ ഈ പ്രയാസങ്ങൾ ഈ സർവശക്തൻ തന്നെ മാറ്റിത്തരും. അതിലൊരു മാറ്റമില്ല ഒരു തരത്തിലും. ഹൈറിച്ചിനെ വിശ്വസിക്കുക. ഹൈറിച്ചിൽ ജോയിൻ ചെയ്ത വ്യക്തിക്ക് ഹൈറിച്ചിൽ വരുമാനം കിട്ടിയിട്ടുണ്ട്. മനസാക്ഷി കൊണ്ട് നമുക്ക് കിട്ടിയിട്ട വേറൊരാൾ വന്നിട്ട് നിങ്ങൾ അത് കൊടുത്തോ കേസ് കൊടുത്തോ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മളെന്തിനും കേസ് കൊടുക്കണം, നമ്മളെ കമ്പനി നമുക്ക് വരുമാനം തന്നെ. ഈ ഒരു ചിന്ത നമ്മളെല്ലാവരും ഓരോ ഹൈറിച്ചിലില്ല ഓരോ വ്യക്തികളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി തിരിച്ചു വരാൻ ചെറിയൊരു സമയം നമുക്ക് വേണ്ടു. കാരണം നമ്മുടെ കമ്പനിയിൽ നമ്മളെ MD മേഡും എല്ലാവരും ഇന്നും ഒരു കാര്യം നമ്മൾ തന്നെ നമ്മളെ കമ്പനിക്ക് വേണ്ടി കേസിന് വേണ്ടിയിട്ട് നമ്മളെ പ്രവർത്തനം, നമ്മളെ ലീഡേഴ്സ്, ഒരുപാട് ലീഡേഴ്സ് ഇതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ വീട്ടിലായിരിക്കുന്നത്. ഇതിനെക്കാട്ടി ലീഡേഴ്സുമാർ ഈ കേസും കാര്യത്തിന് വേണ്ടിയിട്ട് ഊണും ഉറക്കം കഴിഞ്ഞിട്ട് അവരൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ കമ്പനി തിരിച്ചു വരാനാണ് എന്നുള്ളത് ബോധം നമുക്കുണ്ടായത്. ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ട് എൻ്റെ അറിവിൽ കേസിന് പോലും ലീഡേഴ്സ് ആ കേസിന് പോയിട്ട് ആ കമ്പനീനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നു. നമ്മളിവിടെ ഒരു ശ്രീനാമേടോ ഒരു പ്രതാപൻ സാറോ അല്ല നമ്മളെ മൈൻഡിൽ, നമ്മുടെ ഒരു ഹൈറിച്ച് എന്ന് പറഞ്ഞൊരു കമ്പനീനെ നമ്മൾ തിരിച്ചു കൊണ്ടിരുന്നത്, അതിനാണ് നമ്മൾ കളിക്കുന്നത്. ഒരുപാട് ആൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ പ്രിയപ്പെട്ട നമ്മളെ കൂടിയിലെ എല്ലാ ഹൈറിച്ച് പാർട്ട്നേഴ്സിനോട് എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ പറയുന്നത്, നമ്മുടെ ഹൈറിച്ച് നമ്മളെ കൈകളിലേക്ക് എത്തും. അതിന് നമ്മൾ 8 മാസമായി നമ്മളൊക്കെ വരുമാനമില്ലാതെ നിൽക്കുന്നത്. ഈ 8 മാസം വരുമാനം ഇല്ലായിട്ട് നമ്മൾ ആരും ഹൈറിച്ചിനെ കുറിച്ചിട്ട് പിന്നെ ഭ്രാന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നൊന്നുമില്ല. കാരണം ഹൈറിച്ച് എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പിലൊരു സംഭവമാണ്. അതിന് ഈ ഒരു കള്ളന്മാരോ ആൾക്കാരെല്ലാം വന്ന് അതിനിങ്ങനെ ഇപ്പം ഇങ്ങനെ ഒരു ഇതാക്കുന്നുണ്ട്. അതാ ദൈവം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. കാരണം ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുള്ള നാടാണ് നമ്മളെന്ന്. ദൈവം ഏത് സത്യത്തിന് കളവിന് സത്യം തിരിച്ച് തരുന്നതാണ് ദൈവം. ആ ദൈവം നമുക്കുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് ജനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പം ആ വിഷമം ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു വിളി കേൾക്കാനായിട്ട് ദൈവം ഉണ്ടാവും. ഏതെങ്കിലും ഒരാളെ വിളി കേൾക്കാൻ ആ വിളി എന്തായാലും കേൾക്കും. നമ്മളിപ്പം അനുഭവിക്കുന്നത് ഒരു പക്ഷേ നമുക്ക് നല്ലതിനാണെന്ന് ചിന്തിക്കുക. കാരണം നാളെ ലോകം അറിയപ്പെടുന്ന എല്ലാവരും ഇനി ശരിക്കും പറഞ്ഞാൽ ഹൈറിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ജോയിൻ ചെയ്യും. അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാനൊരു അവസരത്തിന് വേണ്ടിയായിരിക്കും ഇന്നിപ്പോൾ ഈ അനുഭവിക്കുന്നത്. കാരണം യൂട്യൂബർമാരെല്ലാം പബ്ലിസിറ്റിയാണ് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഹൈറിച്ചിന് പബ്ലിസിറ്റി കൊടുത്തത് മറ്റുള്ള ആൾക്കാരാണ്, നെഗറ്റീവർ. അവർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് പബ്ലിസിറ്റിയാണ് കൊടുത്തത്. കാരണം ഇനി ഹൈറിച്ച് തിരിച്ചു വന്നാൽ നമുക്ക് ആരോടും അങ്ങോട്ട് പോയി ചോദിക്കേണ്ടി വരില്ല. തിരിച്ചു വരുന്ന കമ്പനി ആയി കഴിഞ്ഞാൽ ആൾക്കാർ ജോയിൻ ചെയ്യാൻ ഇങ്ങോട്ട് വരും. എൻ്റെ കൂടെ നല്ല നല്ല ആൾക്കാരാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തവർ. ഒരാളും എന്നെ ബുദ്ധിമുട്ടിക്കില്ല. കാരണം നമ്മളൊന്നിച്ച് നമുക്ക് ഹൈറിച്ചിലില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം കമ്പനി വരുമാനം തന്ന കമ്പനിയാണ്. ഇന്ന് എന്തിനാണ് ആ കമ്പനീനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ തിരിച്ചു വരും. ആ ഒരു പ്രാർത്ഥനയിലാണ്. എന്തായാലും നമ്മുടെ എല്ലാവരും ഹൈറിച്ചിലെല്ലാവരും ഈ ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. പേടിയില്ല നമുക്ക്.